ആ വാക്ക് ഞാൻ ഈ പിണറായി വിജയൻ എന്ന് താങ്കൾ പറഞ്ഞപ്പോഴാണ് അതായത് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നു, അതായത് ഞാൻ പറഞ്ഞ പിണറായിയുടെ 2ാം മന്ത്രിസഭയുടെ തുടക്കം മുതൽ താങ്കൾ ആദ്യകാലത്ത് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തോട് നല്ല ബന്ധം സൂക്ഷിച്ച ഒരാളാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു, ഇപ്പോഴും നിങ്ങൾ നേരിട്ട് തന്നെ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഈ ബന്ധം അതിനിടയിൽ ശിഥിലമായോ? അല്ല, വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ലല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിക്കാറുണ്ട്. പ്രായം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പരിഹസിക്കാറൊക്കെയുണ്ട്. കാരണം അദ്ദേഹം പരിഹസിക്കുമ്പോൾ നമ്മൾ തിരിച്ചും പരിഹസിക്കും. എന്നോട് ഒരു ദിവസം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പഴയ വിജയനായിരുന്നെങ്കിൽ കൃത്യമായ മറുപടി കിട്ടിയാന്, പഴയ വിജയനല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങൾ അദ്ദേഹമായിട്ട് ഉള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതൊന്നും നമുക്കൊന്നും പേടിയൊന്നുമില്ലല്ലോ, നമുക്ക് ആരെയും പേടിക്കാതെ. അപ്പം നമുക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള വിരോധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എടുക്കാത്ത തീരുമാനങ്ങളൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടീമിനെ പറ്റിയാണ് നമ്മൾ പറയാനുള്ളത്. ഏറ്റവും മോശം ടീമായിരുന്നു ഇപ്രാവശ്യം. എല്ലാ മന്ത്രിമാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷേ കേരളത്തിൽ വന്ന ഏറ്റവും മോശം ടീമായിരുന്നു. അപ്പോൾ സെലക്ഷൻ ഓഫ് ദ റൈറ്റ് പേഴ്സൺസ് അറൗണ്ട് യു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്കളൊരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. താങ്കളുടെ ചുറ്റുമുള്ള ആളുകളെ, കൃത്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് താങ്കളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും, ഇല്ലേ? ആ വിവരമാണ് ഇപ്പം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.